നമസ്കാരം. ഇനി ഭാരതീയ ജനതാ പാർട്ടി അല്ല കേട്ടോ, ബ്രസീൽ ജനതാ പാർട്ടി, ബ്രസീലിയൻ ജനതാ പാർട്ടി. ബ്രസീലുകാരവിടെ നിന്ന് വോട്ട് ചെയ്യുന്നത്. ബ്രസീലുകാരുടെ വോട്ട് കിട്ടിയിട്ടാണ് BJP ജയിക്കാൻ പോണത്. അപ്പോൾ പിന്നെ BJPയുടെ പേര് ബ്രസീൽ ജനതാ പാർട്ടി അങ്ങനെ ആവുമല്ലോ. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ക്രമരഹിതത്വം അഥവാ അക്രമം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീട്ടിൽ ആൾക്കാർ താമസമില്ലാത്തടുത്ത് അവിടെ താമസമുണ്ടെന്ന് വരുത്തി വോട്ട് കൊള്ള നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോ പേരൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഷീറ്റ് വരുമല്ലോ, അത് നോക്കിയ സമയത്ത് ബ്രസീലിയൻ മോഡലായിട്ടുള്ള ഒരു പെൺകുട്ടി ലാരിസ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ, അതൊന്നും രണ്ടും അല്ല, 100 കണക്കിന്. ഇപ്പം ആ കുട്ടി ചോദിച്ചിരിക്കുകയാണ് ഇതെന്ത് ഭ്രാന്ത് എന്ന്. ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഭ്രാന്തന്മാരുടെ മാത്രം ഒരു പാർട്ടി എവിടെയുള്ള കാര്യം, ചാണകത്തലയന്മാരുടെ ഒരു പാർട്ടി എവിടെയുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. ഇന്ത്യയിൽ ഇലക്ഷന് തൻ്റെ ഫോട്ടോ, അത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് തൻ്റെ ഫോട്ടോ വെച്ചപ്പോൾ അത് കണ്ടപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് ഇതെന്ത് കഥ, ഇതെന്ത് ഭ്രാന്ത് എന്ന് ചോദിക്കുകയാണ്. നമുക്ക് പിന്നെ അതൊന്നൊരു പ്രശ്നമല്ലല്ലോ, നമ്മൾ ഇതിനേക്കാൾ വലിയ ഭ്രാന്ത് കാണിക്കും. നമസ്കാരം. നമ്മൾ ബ്രസീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് പെലെ, പന്ത് കളിക്കാരൻ പെലെ, അത് കേൾക്കാത്ത ആൾക്കാർ ആരുമില്ലല്ലോ. ഇപ്പോൾ പിന്നെ നെയ്മറൊക്കെയാണ്. എങ്കിൽ പോലും ബ്രസീൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുട്ബോൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബ്രസീൽ വരും. നമ്മളൊക്കെ സർവ്വസാധാരണമായിട്ട് കഴിയുന്ന കപ്പക്കിഴങ്ങ് ഉണ്ടല്ലോ, മറ്റേ കൊള്ളിക്കിഴങ്ങ് പറയും, കപ്പക്കിഴങ്ങ് എന്നൊക്കെയും പറയും, മരച്ചീനി എന്ന് പറയും. ഇത് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്, ലണ്ടൻ വഴിക്ക്. രാജാവ് ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് മൂലം തിരുനാൾ രാജാവ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നട്ടപ്പോൾ ആരും തിന്നാനില്ല. അവസാനം അവിടെ വേലി കെട്ടിയിട്ട് അവിടെ എഴുതി വെച്ചു, ഇതിനകത്ത് ആരും കടന്നു പോരുത്, ഇത് രാജകുടുംബത്തിന് കഴിക്കാനുള്ള ഒരു കായയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചപ്പോൾ ആൾക്കാർ കട്ടുകൊണ്ട് പോയി. അങ്ങനെയാണ് ഇവിടെ പരസ്യപ്പെടുത്തിയത്. അപ്പം ആ രീതിയിലും ബ്രസീലിനെ നമ്മൾ അറിയും. ബ്രസീലിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കേരളീയരുടെ പോലെ ഏകദേശം. പക്ഷേ ബ്രസീലുകാരും ഇന്ത്യക്കാരെ അറിയില്ല. ഇന്ത്യ അത് കേട്ടിട്ടുണ്ടോ, വേറെ ബന്ധങ്ങളില്ലല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബ്രസീലിൽ എവിടെയോ താമസിക്കുന്ന ഒരു മോഡൽ, ആ കുട്ടിക്ക് മറ്റേ മോഡൽ ആയിട്ട് നിൽക്കുന്നതാണ് ആ കുട്ടിയുടെ ബിസിനസ്, ജോലി. ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇവിടെ നിരക്കപ്പരക്കെ പല സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഇവിടെ ഇലക്ഷൻ്റെ വോട്ട് നേടിയിരിക്കുകയാണ്. അഥവാ ആ ഇലക്ഷൻ്റെ അതുണ്ടല്ലോ, ഒരു ഷീറ്റ് വരുമല്ലോ, അതിൽ ഈ കുട്ടിയുടെ ഫോട്ടോ. അത് കോൺഗ്രസ്സുകാർ കണ്ടെത്തി, അത് രാഹുൽ ഗാന്ധി പരസ്യപ്പെടുത്തി. നാണക്കേടായി. ആർക്ക് നാണക്കേട്? നമുക്ക് നാണക്കേടൊന്നുമില്ല കേട്ടോ. നമുക്ക് നാണവുമാനില്ലാത്ത ചെളിത്തലയന്മാർ, ചാണകത്തലയന്മാരാണല്ലോ. ഏതായാലും ഇത് കേട്ടോ ബ്രസീലിലുള്ള ആ കുട്ടിക്ക് കുറച്ച് ലജ്ജ തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് കഷ്ടം, ഇതെന്ത് ഭ്രാന്ത് എന്ന്. ജനുവരി പുഴ, അതാണ് അവരുടെ തലസ്ഥാനത്തിൻ്റെ പേര്. റിയോ ഡി ജനീറോ. ജനീറോ വെച്ചാൽ ജനുവരി, ഡി എന്ന് പറഞ്ഞാൽ ഡി, റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അവിടെ വലിയ പ്രതിമയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ. ആ റിയോ ഡി ജനീറോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പ്രതിമ. ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എവിടെയോ ജീവിക്കുന്ന ഒരു മോഡല്, ആ മോഡലിൻ്റെ ചിത്രം വ്യാപകമായിട്ട് ആ കുട്ടികളുടെ അനുവാദം കൂടാതെ ദുരുപയോഗം ചെയ്തു. അതിൽ പ്രതികരണവുമായിട്ട് ഈ ബ്രസീലിൻ്റെ മോഡൽ ലാരിസ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പരസ്യമായിട്ട് ചിരിച്ചിട്ട് അവർക്ക് അത്ഭുതമാണ് വാസ്തവത്തിൽ.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ പഴയ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതിൽ ലാരിസ വിസ്മയം പ്രകടിപ്പിച്ചു. മാത്രമല്ല അവിടെ പോർച്ചുഗീസ് ഭാഷ ധാരാളം ഉള്ളതാണ് ബ്രസീലിൽ. പോർച്ചുഗീസ് ഭാഷയിൽ നമ്മളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഷ, ആ ഭാഷയിൽ സംസാരിക്കുന്ന വീഡിയോ അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് കാണിച്ച പിന്നെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആവും. ആയതുകൊണ്ട് അവിടേക്ക് ഞാൻ ഒരുങ്ങുന്നില്ല. Gente, que eu tava fazendo uma fofoca, eu sorri demais. Não, vou botar fofoca. Gente, estão usando uma foto minha, antiga? ഇത്ര കണ്ടാൽ മതി. അതായത് അവർ പറയുന്നൊന്നും മനസ്സിലാവില്ല ഒന്നാമത്. എന്താ പറയുന്നത്? മനസ്സിലായില്ലേ? അയ്യേ എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് പോർച്ചുഗീസ് ഭാഷ അറിയില്ലല്ലോ. കണ്ടോ അങ്ങനെ. അയ്യേ ക്ഷാമോ അയ്യേ querendo conversar comigo pra entrevista, aí eu não respondi. Falei pra Tatá não passar o número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, mano. നാണോ മാനം ഉണ്ടോന്ന് ചോദിക്കണ BJP-ക്കാർക്ക്. നാണോ മാനം ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ വയ്ക്കാൻ? പോർച്ചുഗീസ് ഭാഷയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയില്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ആരെങ്കിലും ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് വന്നേക്കരുത്, ഞാൻ പറഞ്ഞ പോലെയല്ലെന്ന് പറഞ്ഞ് വന്നേക്കരുത്. പക്ഷേ ഏതായാലും ആ പറയുന്ന ഭാഷ അത് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ പരിഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, മൈ ഫ്രണ്ട്സ്, ഞാനൊരു തമാശ പറയാൻ പോവുകയാണ്. ആ കുട്ടിയെ പറയേണ്ടത് ലാരിസ. അത് വളരെ ഭയാനകമായിട്ടുള്ള തമാശയാണ്. നമ്മൾ എൻ്റെ പഴയ ചിത്രമാണോ ഉപയോഗിക്കുന്നത്? എൻ്റെ ഫോട്ടോ പഴയതാണ്. ഞാൻ ചെറുപ്പമായിരുന്നു അന്നേ സമയത്ത്. അവർ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ എൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു. ആരാ ആവശ്യമൊന്നുമില്ലല്ലോ BJP-ക്കാർ. പരസ്പരം പോരടിക്കാൻ എന്നെ ഇന്ത്യക്കാരിയായിട്ട് അവർ ചിത്രീകരിക്കുന്നു. എന്ത് ഭ്രാന്താണിതെന്ന് നോക്കൂ. ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ തലയിൽ മസ്തിഷ്കമാണെങ്കിൽ ഇവിടെ ചാണകമാണ്. അത് ആരും പറഞ്ഞു കൊടുക്കുക പോർച്ചുഗീസ് ഭാഷയിൽ. ഇത് അസംബന്ധമാണ്, അപ്രതീക്ഷിതമാണെന്ന് ആ കുട്ടി പറഞ്ഞത്. അത് നിങ്ങൾക്ക് തോന്നുന്നു അസംബന്ധമാണെന്ന്. ഞങ്ങളിങ്ങനെയൊക്കെയാ. ഇലക്ഷനിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേര് ഇപ്പോൾ ഡിജിറ്റലാണല്ലോ. ആയതുകൊണ്ട് മുഹമ്മദ്, അബൂബക്കർ, ലത്തീഫ്, മെഹ്റൂനിസ, പാത്തുമ്മ, ആ പാരയ്ക്കും കാണുമ്പോൾ ഇങ്ങനെ ടിക് 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 കുത്തി കളയും, ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പേര് മാത്രം അവിടെ നിലനിർത്തും. ഇങ്ങനെയൊക്കെയാണ് കേട്ടാ. അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസംബന്ധമാണ് തോന്നും. ഞങ്ങൾക്ക് വെരി സിമ്പിളാണ് അതൊക്കെ. ഞങ്ങൾ BJP-ക്കാർ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നതാണ്. ലാരിസ ഏതായാലും വീഡിയോയിൽ പറയുകയാണ്, ഇത് വലിയ തമാശയായിട്ടുണ്ട്, ഇത് ഭ്രാന്തായെന്ന് തോന്നുന്നു, ഇത് ഭീകരമാണെന്നും അവർക്ക് തോന്നുന്നു. അവർ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ റിപ്പോർട്ടർ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഈ ഫോട്ടോ കണ്ടപ്പം ഒന്നാമത് പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ കോങ്കോ വനത്തിനകത്ത് ഏതെങ്കിലും ഒരു ട്രൈബലിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ ആ ന്യൂസ് അവിടെ എത്തും. ആമസോൺ വനത്തിനകത്തുണ്ടാവും മൊബൈൽ. അതാണ് സ്ഥിതി. അതിനോട് ലോകം ഒരു കോലിക്കായിട്ട് മാറിയല്ലോ. അപ്പം ഇവരുടെ സൂത്രപ്പണി നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ അറിഞ്ഞു. അവിടെ വിളിച്ചു ചോദിച്ചു. ലാരിസ മറ്റേ ഇന്ത്യയിലൊരു റിപ്പോർട്ടർ ഈ കുട്ടിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെ എന്താ BJP-യെ കുറിച്ച് ലാരിസയുടെ അഭിപ്രായം എന്താണ്? എന്ത് BJP? അല്ല, ഇന്ത്യയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാ. എന്ത് ഇന്ത്യ? അതന്നെ അവർക്ക് അറിയില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇയാൾ ശരിക്കും തോട്ടിയിട്ടതാണ്. ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെട്ടു. ഇങ്ങനൊരു കാര്യം വന്ന സമയത്തിൽ പേര് കേട്ടു എന്നല്ലാതെ
ഇന്ത്യ പ്രധാനമന്ത്രി ആരാ, ഇന്ത്യ മുഖ്യമന്ത്രി ആരാ, ഇന്ത്യ പ്രസിഡന്റ് ആരാ, ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നെന്നും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വോട്ട് ചെയ്തെന്നും വന്നാലത്തെ സ്ഥിതി എന്താണ്? ലാരിസയുടെ ചിത്രം ഉപയോഗിച്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22 തവണയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആരോ ഇന്നലെ കോൺഗ്രസ് നേതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ചാർട്ട് വെച്ചിട്ടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഹരിയാന നടന്ന സംഭവമാണിത്, അല്ല വെറുതെ പറയുന്നതല്ല. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദം ഇവിടെ പുറപ്പെട്ടു. ബ്രസീലില് ഈ മോഡലില് ലാരിസയുടെ വീട്ടിലും ലാരിസയുടെ സുഹൃത്തുക്കളെ മുഴുവൻ ആ കുട്ടിയെ നോക്കിയിട്ട്, നീ എന്നാടി ബ്രസീലിൽ പോയിട്ട് ബ്രസീലുകാരിയായിട്ടുള്ള നീ എന്നാടി അവിടെ പോയിട്ട് BJP വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ കളിയാക്കുകയാണ്. ആണ് അവർ പറയുന്നത്. ഇത് വല്ലാത്തൊരു വിസ്മയമായല്ലോ ഇത്. ഏതായാലും ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് ബ്രസീലിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കണം. ഏതായാലും ഞങ്ങളിവിടെ ഭരിക്കുന്നത് വോട്ട് അട്ടിമറി നടത്തിയിട്ടാണ്. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങേയറ്റമാണ് സമ്മതിദാനാവകാശം. അതൊരു പൗരന്റെ മഹിമയാണ് വെളിപ്പെടുത്തുന്നത്. അൽവ് കിട്ടുന്ന ഏറ്റവും വലിയ ബിരുദമാണ്, സ്ഥാനമാണ് സമ്മതിദാനാവകാശം തീരുമാനിക്കാനുള്ള ശേഷി. ഇപ്പോൾ കടലാസ് കയറുമ്പോൾ അല്ലെങ്കിൽ അവിടെ യന്ത്രം ഒരു കുത്തുകൂട്ടി ആ കുത്തീര അതിൻ്റെ വഴിക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ കുത്തുന്നത് ഇവിടെയാണെങ്കിൽ ആ ചിഹ്നത്തിലാണെങ്കിൽ തെളിഞ്ഞത് ഈ ചിഹ്നമായിരിക്കും. ഇതാണ് സ്ഥിതി. ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അങ്ങനെ വോട്ട് ചോരി, വോട്ട് കൊള്ളയടിച്ച് ആണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭരണത്തിൽ ആൾക്കാർ കയറുന്നത്. ഏതായാലും ഇത്ര കാര്യങ്ങളൊന്നും അറിയാത്ത ആ ബ്രസീലിയൻ പെൺകുട്ടി മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഈ പറയുന്ന സംഖ്യക്കുട്ടപ്പന്മാർ, കുറുവടികൾ, BJPക്കാർ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ ചവിട്ടിക്കുളച്ചു, മാറ്റിച്ചു. ഇന്ത്യക്കകത്ത് തന്നെ അറപ്പിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ തോന്നിയ സ്ഥലത്ത് മുഴുവൻ ബെതറിക്കൊണ്ട് നടക്കുകയാണ്. ഈച്ച് ആൻഡ് എവരി നുക്ക് ആൻഡ് കോർണറിൽ എവിടെ BJP ഉണ്ടോ RS ഉണ്ടോ അവിടെ മതസ്പർദ്ധയുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിങ്ങളും ഇവിടെ ക്രിസ്ത്യാനികളും പാഴ്സികളും സിന്ധികളും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഉള്ളതാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ. പക്ഷെ എന്തൊരു കാര്യം വരുമ്പോഴും അതിനകത്ത് മതം കൂട്ടി ചേർക്കുന്ന ഉപ്പില്ലാത്ത കഷായം അല്ലാതെ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലാണ് ഇസ്ലാമോഫോബിയ അവിടെ പടർത്തി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ ഈ ക്രമരഹിതമായിട്ടുള്ള വഷളൻ പരിപാടി അതിപ്പോൾ ഇന്ത്യ നാറ്റിച്ചു. ഇപ്പൊ ലോകത്തിലേക്കും പരന്നൊഴുകയാണ്. അവർ പോലും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. അയ്യേ, ഇതാണോ ഇന്ത്യ? ഇങ്ങനെയായിരുന്നോ ഇന്ത്യയുടെ കാര്യങ്ങൾ? ഇതാണോ ഇത്രയും പാടിപ്പുകഴ്ത്തിയിട്ടുള്ള ഇന്ത്യൻ ഡെമോക്രസി? അവർ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ലാരിസക്കുട്ടി, ഞങ്ങളുടെ BJPക്കാര് ഇപ്പം നിങ്ങളുടെ ഫോട്ടോ അല്ലേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ഗൂഗിൾ തപ്പി ഓരോ പെൺകുട്ടികളുടെയും മറ്റുള്ളവരെയും ഫോട്ടോ എടുത്ത് വെച്ചാൽ പിന്നാലെ ആൾക്കാർ തപ്പിപ്പിടിച്ചു വരും. ആരാണ്ട് എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചത് ചോദിച്ചിട്ട്. അപ്പം ഇനി ഞങ്ങൾ വേണ്ടി വന്നാൽ ചിമ്പാൻസിയുടെ ഉറാങ്ങൂട്ടാൻ്റെ ഫോട്ടോ വരെ വയ്ക്കും. അപ്പം എന്ത് ചെയ്യും? ഏത് ഉറാങ്ങൂട്ടാൻ വന്ന് പറയൂ ഞാൻ എൻ്റെ ഫോട്ടോ കയറ്റി വെച്ചു എന്ന്. ഏതായാലും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഐ ആം എൻ ഇന്ത്യൻ എന്ന് പറയാൻ മടിക്കേണ്ടി വരും. നമ്മൾ ഇന്ത്യക്കാർ, അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യക്കാരിലേയും ചോദിക്കുന്ന സമയത്ത് അതെൻ്റെ കുറ്റമല്ലെന്ന് പറഞ്ഞ് തലതാഴ്ത്തേണ്ടി വരും. അവിടേക്കാണ്
നമ്മുടെ രാജ്യത്തെ ഇവിടുത്തെ ഈ CJP-ക്കാർ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇത് വലിയൊരു വാർത്തയായി. വോട്ട് ചോരി വലിയ രൂപത്തിൽ ഹരിയാനയിൽ നടന്നിട്ടുണ്ടെന്നും ഇനിയിപ്പോൾ ബീഹാറിൽ അതിനൊക്കെ വലിയ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണലയ്ക്കും കഴിഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള കോളത്തിൽ കുത്തി ആ യന്ത്രം കൊണ്ട് പോയി. ആ യന്ത്രത്തിന് ചുറ്റും ആൾക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ ഇരുന്ന് കാരണം നിങ്ങളുടെ ഒരു മൊബൈലുണ്ട്, ആ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പല സെറ്റിങ്സും ഇടയ്ക്കിടയ്ക്ക് മാറും. ആരെ മാറ്റുന്നത്? എവിടെയോ വരുന്ന ആരോ. അപ്പം നമ്മളെല്ലാം അവർ നോട്ടപ്പുള്ളികളാണ്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ ഇലോൺ മസ്ക് പറഞ്ഞു, ഇവർ പറയുന്ന ഈ ഇലക്ട്രിക്കൽ മെഷീൻ, വോട്ടിംഗ് മെഷീൻ, EVM, അതിനെ ഹൈലി റിമോട്ടറായ സ്ഥലത്തിരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അറിവില്ലാണ്ട് പറയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്ക് ഒരു വാല്യൂ ഇല്ല. ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് BJP-യുടെ ആ ഗൂഢസംഘം തീരുമാനിക്കും. ആര് മത്സരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ആര് ജയിക്കണമെന്ന് അവർ തീരുമാനിക്കും. സ്റ്റാലിൻ്റെ 2 പെട്ടി പോലെ. ഒരു പെട്ടി കളവ് പോയി, സ്റ്റാലിൻ ഓടിപ്പടഞ്ഞു വന്ന് അലമാര തുറന്നപ്പോൾ കുഴപ്പമില്ല, ഒരു പെട്ടിയെ കളവ് പോയിട്ടുള്ളൂ, മറ്റേ പെട്ടി ഇവിടെയുണ്ട്, വിഷമിക്കണ്ട. അതെന്താ മറ്റേ പെട്ടി? ആര് ഇലക്ഷൻ നിൽക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയ പെട്ടിയാണ് കളവ് പോയത്. ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന സ്റ്റാലിനാണ്. അതിൻ്റെ ലിസ്റ്റ് പൂത്തി വെച്ചിട്ടുള്ള പെട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ പ്രശ്നം അലിഗേഷൻസ് ഉണ്ടാവില്ലല്ലോ. ഇതുവരെയാണ് സ്ഥിതി. തൃശ്ശൂരാണ് ഏറ്റവും നല്ല ഉദാഹരണം. ജയിച്ചു പോയതിനു ശേഷം കാണിക്കാവുന്ന എല്ലാ വിധത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്നിട്ടും തൃശ്ശൂരിനെ അഭിമുഖീകരിക്കുന്നു. കാരണം എന്താണ്? ഇനി ഇലക്ഷൻ ഉണ്ടായാലും ഞാൻ തന്നെയാണ് ജയിക്കുക എന്നുള്ള അഹമ്മതി, ധാർഷ്ട്യം. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ചില തക്കട തരികടകളിലൂടെയാണ് ഇപ്പോൾ BJP-ക്കാർ ജയിക്കുന്നത്. സത്യസന്ധമായിട്ട് വോട്ട് വാങ്ങിച്ചിട്ടല്ല എന്നർത്ഥം. നമസ്കാരം.